നമസ്കാരം. റംലാൻ മുബാറക്. ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന തിരക്കിൽ അല്പസമയത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ രഞ്ജിനി സന്തോഷ്. തിരക്കിൽ അല്പസമയത്തിൽ ഇന്നത്തെ വിഷയം, ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുകയാണ് ജൂൺ 21. യോഗയെക്കുറിച്ച് ഇന്നിപ്പോൾ പല തലങ്ങളിൽ നിന്ന് മറ്റ് പല രീതിയിലുള്ള വിമർശനങ്ങൾ, അതുപോലെ യോഗയെ നെഞ്ചോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് യോഗയുടെ പ്രാധാന്യം എന്താണ്, യോഗ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്ന് ലോകമെങ്ങും അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുകയാണ്. 191 രാജ്യങ്ങളിലെ 251 നഗരങ്ങളിൽ യോഗ പരിശീലനത്തോടെയാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് തുടക്കമായിരിക്കുന്നത്. അതുപോലെ തന്നെ സിയാച്ചിൻ മുതൽ ദക്ഷിണ ചൈന കടൽ വരെ സൈനികർ പോലും ലോക യോഗാ ദിനം ആചരിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള യോഗ എന്താണ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അതെങ്ങനെ നമുക്ക് യോഗയിലൂടെ സാധ്യമാകുന്നു, ഈ വിവരങ്ങളെല്ലാം നമുക്കറിയാം. മാത്രമല്ല, ഇന്ന് UAE വിവിധ എമിറേറ്റുകളിൽ, പ്രത്യേകിച്ചും അബുദാബിയിൽ ഇന്ത്യൻ എംബസിയുടെ വകയായിട്ടുള്ള യോഗാ ദിന പരിപാടികൾ നടക്കുന്നു. പലതും ലോക റെക്കോർഡിലേക്ക് പോകുന്ന സന്ദർഭങ്ങൾ വരാനിരിക്കുന്നു. നാളെ നമുക്ക് കൂടുതൽ ഇനിയും അറിയാൻ പറ്റും ഏതൊക്കെയാണ് വേൾഡ് റെക്കോർഡിലേക്ക് മാറിയിരിക്കുന്നത് യോഗാ പരിപാടികൾ എന്ന്. അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മളോടൊപ്പം യോഗയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്റർനാഷണൽ യോഗ ട്രെയിനർ, അന്തർദേശീയ യോഗ പരിശീലകനായ ശ്രീ മനോജ് കൃഷ്ണൻ. നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു തിരക്കിൽ അല്പസമയത്തിലേക്ക്. നമസ്കാരം. മനോജ് കൃഷ്ണൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു രംഗത്ത് യോഗയെ അറിയുന്ന ഒരാളാണല്ലേ? തീർച്ചയായിട്ടും 14 വർഷമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 14 വർഷമായിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് യോഗയുടെ പ്രാധാന്യം അതിനെ ഈ ഒരു നല്ല രീതിയിൽ, നല്ല തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ആദ്യം അറിയേണ്ടത് ഇത് തന്നെയാണ്. പലപ്പോഴും യോഗ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ കാണുമ്പോൾ പലരും, ഒരുപാട് പേരും ധരിച്ചു വെച്ചിരിക്കും, അതെ, ഒരു സാധാരണ പോലെ ഒരു ശാരീരിക ഒരു വ്യായാമ മുറകളാണോ, അത് മാത്രമാണെങ്കിൽ പിന്നെ എന്താണ് ഇതിന് ഇത്ര പ്രാധാന്യം എന്നൊക്കെയുള്ള ചിന്തകളാണ്. അപ്പോൾ എന്താണ് യോഗ? സംഗമം എന്ന അർത്ഥം വരുന്ന സംസ്കൃത പദമാണ് യോഗ. സംഘർഷം, പിരിമുറുക്കം, രോഗം, അപകടം, അങ്ങനെ പല കാരണം കൊണ്ട് ശരീരവും ശ്വാസവും മനസ്സും വികാരങ്ങളും തമ്മിലുള്ള രമ്യ അവസ്ഥ ശ്രുതി തെറ്റിയ ഒരു ഗിതാറിനെ പോലെ, അല്ലെങ്കിൽ ഗിതാറിൻ്റെ കമ്പികൾ പോലെ തകരാറിലായി കിടക്കുകയാണ്. അപ്പോൾ യോഗ ചെയ്യുന്നതിലൂടെ സ്വന്തം ശ്രുതി ശരിയാക്കി ഉണ്മയുടെ സഹജമായ രമ്യത അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യോഗയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. യോഗയുടെ ശാരീരിക വശത്തെ ഹഠയോഗ എന്ന് നമ്മൾ പറയും. അത് അല്പസമയം ഒരേ നിലയിൽ തുടർന്നുകൊണ്ട് ചെയ്യുന്ന ആസനകളാണ് യോഗയിലുള്ളത്. ഇതേ തുടർന്ന് യോഗ നിദ്രയിലേക്ക് നമ്മൾ പോകും. ഇതിലൂടെ ആസനകളുടെ ഫലം ശരീരത്തിൽ താഴ്ന്നിറങ്ങുകയും ഉറക്കത്തേക്കാൾ അഗാധമായ വിശ്രമം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് യോഗ. ഒരു ശ്വസന പ്രക്രിയകളിലൂടെ പരിശീലനം, അതും കൂടെ കൂടിച്ചേരുമ്പോഴാണ് പ്രാണായാമം, അതുപോലെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ നമ്മൾ യോഗാസനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അതെന്താണ് അർത്ഥമാക്കുന്നത്? ഓരോ ആസനകളും ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലെ ശ്വാസത്തിൻ്റെ തോളം കൂട്ടുവാനും കുറയ്ക്കാനും ഒക്കെയുള്ള ആസനകളാണ് നമ്മൾ പരിശീലിക്കുന്നത്. അത് വ്യക്തമായി ശരിയായ ഗൈഡൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പുരാതന കാലം മുതലുള്ള ആളുകൾ ആശുപത്രികളിലൊന്നും ഇന്നത്തെ പോലെ പോയിരുന്നില്ലേ. അപ്പം അത് യോഗയുടെ ഒരു റിസൾട്ടാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഏതൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യോഗയിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന ഒരാൾ യോഗയെ അറിയാൻ, യോഗ പഠിക്കാനായി എത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്? യോഗ അതിൻ്റെ കൂടെ നമ്മൾ ശ്വസന പ്രക്രിയ, പ്രാണായാമം, ശ്വസന പ്രക്രിയകളുടെ പരിശീലനം. പ്രാണായാമം എന്ന് പറയുമ്പോൾ ജീവൻ ആണ് പ്രാണ, ആയാമം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കലാണ്. അപ്പോൾ പ്രാചീന ഭാരതത്തിൽ ചുരുങ്ങിയത് ഒരു 6000 വർഷങ്ങൾക്ക് മുമ്പാണ് യോഗ ആരംഭിച്ചത്. ആത്മീയതയിൽ ഊന്നിയിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ള ആഴത്തിലുള്ള ഒരു ധന്യാവസ്ഥ നമ്മൾ മറ്റുള്ള ശിഷ്യർക്കും ഹോൾ വേൾഡിന് നമ്മളത് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഇത് ആചരിക്കുന്നത്, അന്താരാഷ്ട്ര യോഗാ ദിനമായി. പക്ഷേ വർഷങ്ങൾക്ക്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യോഗ നിലവിലുണ്ട്.
ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കുറച്ച് യോഗ പരിശീലിക്കാവുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ യോഗ പരിശീലനത്തിന് ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളിലും ആഴത്തിലുള്ള ഗുണഫലങ്ങൾക്ക് കാരണമാകും. ഊർജത്തിൻ്റെ അളവ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഊർജത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കോശങ്ങളിലേക്ക് പ്രാണവായു പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രാണൻ പ്രവഹിക്കും. യോഗ ചെയ്യുന്ന സമയത്ത് ഊർജത്തിൻ്റെ അളവ് വർദ്ധിക്കും. രക്തസംഭരണം മെച്ചപ്പെടുകയും വിഷാംശം ശക്തിപ്പെടുകയും വിഷാംശം പുറത്തു പോവുകയും ചെയ്യുന്നു. അപ്പോൾ യോഗ ചെയ്യുന്നതോടുകൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഗ്രന്ഥിവ്യൂഹം സാധാരണഗതിയിലാവും. ഹൃദയം ശക്തിപ്പെടും. ശ്വാസകോശത്തിൻ്റെ ശക്തി വർദ്ധിക്കും. ഇതൊക്കെ യോഗയുടെ ഗുണഫലങ്ങളാണ്. ദഹനശേഷി വർദ്ധിക്കും. ശരീര വടിവ് മെച്ചപ്പെടും. നമ്മളുടെ മാംസപേശികളും അസ്ഥിബന്ധങ്ങളും നിവർത്തപ്പെടുന്നു, ശക്തിപ്പെടുന്നു. മനസ്സ് ശാന്തമാകുന്നു. ഏകാഗ്രത വർദ്ധിക്കുന്നു. ഇതൊക്കെ യോഗയുടെ ഗുണഫലങ്ങളാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ഗുണങ്ങളാണ്. ഇതിൽ ഓരോന്നും നമ്മൾ അഭ്യസിച്ചെടുക്കുന്നത് ഓരോ പ്രത്യേകം രീതിയിലാണ്. ഇതിന് അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ ആഹാരം കഴിച്ച് ചുരുങ്ങിയത് ഒരു 2-2.5 മണിക്കൂറിന് ശേഷമാണ് വ്യായാമം തുടങ്ങേണ്ടത്. കുറച്ച് ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു 1-1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ലൂസ് ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. മുറിയിൽ ധാരാളം വായുസഞ്ചാരം ഉണ്ടെന്നും യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്ന ശല്യപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. എസ്പെഷ്യലി മൊബൈൽ, അതുപോലെ പെറ്റ്സ്, ഇതൊന്നും ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അഗാധമായ വിശ്രമവും വിശ്രാന്തിയും അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് യോഗ. കഴിവതും അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഇടപെടലുകൾ കുറയ്ക്കുന്നതാണ് യോഗ ചെയ്യണ അറ്റ്മോസ്ഫിയറിൽ നല്ലത്. വ്യായാമം തുടങ്ങുന്നത് സാധാരണ നിന്നിട്ടുള്ള പൊസിഷനിലാണ് നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യുക. സാവധാനം ഇരുന്നു കൊണ്ട് പിന്നീട് കിടന്നുകൊണ്ടുള്ള യോഗാസനകൾ നമ്മൾ ചെയ്യും. ഓരോ വ്യായാമം ചെയ്യുമ്പോഴും കണ്ണുകൾ അടയ്ക്കണം. ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തോട്ട് വിട്ട് വിശ്രമിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മൾക്ക് വിശ്രമം ആവശ്യമാണ്. അത് അറിയാതെ സംഭവിച്ചു പോകും യോഗ ചെയ്യുന്ന സമയത്ത്. വ്യായാമത്തിലെ ചലനങ്ങളെ ഉജ്ജായി ശ്വാസവുമായി ഏകോപിപ്പിച്ച് സാവധാനത്തിലാണ് ചെയ്യാറ്. അപ്പോൾ ശ്വാസം പുറത്തു വിടുമ്പോൾ ശ്വാസം ചുരുങ്ങുന്നു, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയുന്നു. ശിശുആസനം മുതൽ ചെയ്യുന്നത് സമയത്ത് ഉജ്ജായി ശ്വാസമാണ് നമ്മൾക്ക് വേണ്ടത്. പലതരത്തിലുള്ള ആസനങ്ങളാണ്. അപ്പോൾ ഉജ്ജായി ശ്വാസമാണ് സാധാരണ ചെയ്യാറ്. ഓരോ വ്യായാമത്തിന് ശേഷവും വിശ്രമിച്ച് വ്യായാമത്തിൻ്റെ ഫലം അനുഭവിക്കാം നമുക്ക്. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് വ്യായാമം പരിശീലിക്കാം. ശരീരത്തിൻ്റെ ചലനത്തിനും ശ്വാസത്തിനും ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ ചലനങ്ങൾ എളുപ്പമാകും. നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ ആസനകൾ എളുപ്പത്തിലാകും. നമ്മൾ ആ ഒരു ലോകത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും. ഓരോ ശരീരവും അനന്യമാണ്. നമ്മൾക്ക് സുഖം തോന്നുന്ന രീതിയിൽ ചെയ്യുക. ബലം പിടിക്കുന്ന ഒഴിവാക്കണം. ഓരോ ആളുകളുടെ ശരീരം എന്താണോ പറയണ ബോഡീനെ നമ്മൾ ലിസൺ ചെയ്തുകൊണ്ട് വേണം യോഗ ചെയ്യാനായിട്ട്. പ്രാണായാമവും ധ്യാനവും ചെയ്യാനുള്ള ഒന്നാന്തരം തയ്യാറെടുപ്പുകളാണ് ശരിക്ക് യോഗ. ശാരീരിക വ്യായാമങ്ങൾ ഇത് സ്ഥിരമായി പരിശീലിക്കുന്നവരുടെ കൂടെ ഊർജത്തിൻ്റെ അളവും ശരീരത്തിൻ്റെ ചലനശേഷിയും പൊതുവായ ആരോഗ്യവും വർദ്ധിക്കും. സ്ഥിരമായി യോഗ ചെയ്യുന്ന ഒരാൾ. ഈ ഇടയ്ക്ക് പറഞ്ഞല്ലോ പ്രാണായാമം നമ്മുടെ ജീവന്റെ ആ ഒരു പ്രാധാന്യം. എന്താണ് പ്രാണായാമം എന്ന് ഉദ്ദേശിക്കുന്നത്? വിശദമായിട്ടൊന്ന് പറയാമോ? സാധാരണ നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വില കടുപ്പിക്കാറില്ല. അവയെ ഏറ്റവും കുറച്ചു മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അതാണ് നമ്മുടെ പ്രവണത. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ശ്വാസമാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനം. അത് ആന്തരിക ലോകത്തെയും ബാഹ്യലോകത്തെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധിക്കുന്ന പാലമാണ് ശ്വാസം. ജനിച്ച ആ നിമിഷം മുതൽ ശ്വാസം ആരംഭിക്കുന്നു. ജീവിതത്തിലെ അവസാനത്തെ പ്രവൃത്തിയും ശ്വാസമാണ്. ശ്വാസമാണ് ജീവിതം. ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ശ്വാസം. ആഹാരമില്ലാതെ നമുക്കൊരു മാസത്തോളം കഴിയാം.
വെള്ളമില്ലാതെ നമുക്ക് കുറച്ച് നാളുകൾ കഴിയാം, എന്നാൽ വായു ഇല്ലാണ്ട് കുറച്ച് നിമിഷങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് നമ്മളുടെ ശ്വാസത്തിന്. ശ്വാസം സ്ഥൂല ശരീരത്തിന് പ്രാണവായു നൽകുന്നു, സൂക്ഷ്മ ശരീരത്തിന് ജീവോർജം നൽകുന്നു. ഉള്ളിലേക്ക് എടുക്കുന്ന ഓരോ ശ്വാസവും ശരീരത്തെ പോഷിപ്പിക്കുന്നു. പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന വഴി നമ്മുടെ ഊർജം വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മളൊരു ഊർജ്ജക്കടലിലാണ് ഇരിക്കുന്നത്. അപ്പം എങ്കിലും അപ്പോഴും അതെങ്ങനെ ലഭിക്കുമെന്ന് നമുക്കറിയില്ല. അത് ലഭിക്കാനുള്ളൊരു താക്കോലാണ് ശ്വാസം. അതിൻ്റെ ഭാഗമാണ് പ്രാണായാമം. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്വസന പ്രക്രിയകളുടെ പരിശീലനമാണ് പ്രാണായാമം. പ്രാണ മീൻസ് ജീവൻ, യാമം മീൻസ് നിയന്ത്രണം. അപ്പം ശ്വാസത്തിനെ നമ്മൾ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം. അപ്പം നമ്മളൊരു സ്വർണ്ണ കൂമ്പാരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന മനുഷ്യനെ പോലെയാണ്. എന്തിൻ്റെ മുകളിലാണോ താനിരിക്കുന്നത് അത് നമ്മൾ അറിയുന്നില്ല. ശ്വാസത്തെ ആഴമുള്ളതും താളാത്മകവുമാകുമ്പോൾ ശ്വാസത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയാണ് നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ഇത് ശരീരത്തിന് ഊർജം നൽകുകയും ശരീരവും മനസ്സും ശ്വാസവും തമ്മിൽ രമ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും പ്രാധാന്യമുണ്ട് ശ്വാസത്തിന്, പ്രാണായാമത്തിന് അല്ലേ? നമുക്ക് ഇനിയും പ്രാണായാമം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം. പിന്നെ യോഗ ശാരീരികമായും മാനസികമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇത്രയധികം എവിടെ നിന്നാണ് നമുക്ക് ഈ പോസിറ്റീവ് എനർജി കിട്ടുന്നത്, ഇതൊക്കെ അറിയാനുണ്ട്. ചെറിയൊരു ഇടവേള, അതിനുശേഷം തിരികെ എത്താം. തിരക്കിൽ അല്പസമയം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ട മണി എക്സ്ചേഞ്ച്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജൂൺ 21 യോഗയുടെ പ്രാധാന്യം, യോഗ എന്നാണ് നമ്മൾ അറിയുന്നത്. ഇന്റർനാഷണൽ യോഗ ട്രെയിനർ ശ്രീ മനോജ് നമ്മളോടൊപ്പം ഉണ്ട്. തിരികെ എത്തുമ്പോൾ ശ്രോതാക്കൾക്കും പങ്കുചേരാം. യോഗയെക്കുറിച്ച് നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ, യോഗയുടെ ഇത്രയധികം പ്രാധാന്യത്തോടെ യോഗയെ കാണാനുള്ള കാര്യം, അല്ലെങ്കിൽ ഏത് ഒരു മേഖലയിൽ നിൽക്കുന്ന ആളും യോഗ അഭ്യസിക്കുന്നതിലൂടെ അയാൾക്ക് കൈവരുന്ന പോസിറ്റീവ് എനർജി, ഇതെങ്ങനെ ലഭ്യമാകുന്നു യോഗയിൽ നിന്ന്, ഇങ്ങനെ പറയുന്നത് അതിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ എങ്ങനെ നമുക്കിത് നേടിയെടുക്കാം, ഇതെല്ലാം ശ്രീ മനോജ് കൃഷ്ണനോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ശ്രോതാക്കളും പങ്കുചേരുക. 657-0000 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 00971 എന്ന കോഡ് ചേർത്തേ വിളിക്കാവൂ. യുഎക്ക് പുറമേ നിന്ന് തിരക്കിലൽപ്പസമയത്തിലേക്ക് വിളിക്കുന്ന പ്രിയപ്പെട്ടവർ. SMS-ലൂടെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ, യോഗയെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SMS ചെയ്യുക. നമ്പർ 4131. തിരക്കിൽ അല്പസമയം തുടരുന്നു. തിരക്കിൽ അല്പസമയത്തിലേക്ക് തിരികെ എത്തുന്നു. നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയുടെ പ്രാധാന്യം, യോഗ എന്നാണ് നമ്മൾ അറിയുന്നത്. ശ്രീ മനോജ് കൃഷ്ണൻ ഇന്റർനാഷണൽ യോഗ ട്രെയിനറാണ് നമ്മളോടൊപ്പം ഉണ്ട് തിരക്കിൽ അല്പസമയത്തിൽ. ശ്രോതാക്കൾക്കും പങ്കുചേരാം. നിങ്ങൾക്ക് യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 657-0000. ശ്രീ മനോജ്, ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, കുഴപ്പമില്ല, കോളിലേക്ക് എത്താൻ പറ്റുന്നില്ല. വിളിക്കേണ്ട നമ്പർ 657-0000 എന്നതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. പ്രാണായാമം ഊർജ സ്രോതസ്സുകളാണ്. നമ്മളുടെ ശരീരത്തിലെ പ്രാണൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾക്ക് സന്തുഷ്ടിയും ലാഘവും ശുഭാത്മകതയും ഒക്കെ അനുഭവപ്പെടും. പ്രാണയുടെ അളവ് കുറയുമ്പോഴാകട്ടെ നമുക്ക് ദുഃഖവും വിഷാദവും നിഷേധാത്മകവുമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവപ്പെടും. എല്ലാത്തിലും ഒരു നെഗറ്റീവ്. അതെ, എല്ലാത്തിലും ഒരു നെഗറ്റീവ്. എങ്ങനെയാണ് അത് നിയന്ത്രിക്കുന്നത്? ശരീരത്തിൽ എങ്ങനെ ഊർജത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതെങ്ങനെ ഉയർത്താൻ പറ്റും, അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന കാര്യം. അപ്പോൾ പ്രധാനമായി 4 വഴികളിലൂടെയാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്. ഒന്ന് ഉറക്കം, ആഹാരം, ജ്ഞാനം, ശ്വാസം. 4 കാര്യങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഊർജം ലഭിക്കുന്നത്. ഉറക്കം ഏറ്റവും പ്രത്യക്ഷമായതാണ്. ഉറക്കം രാത്രി നല്ലതുപോലെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും? അത് നമുക്ക് ശുണ്ഠിയോ മന്ദതയോ ഒക്കെ തോന്നാം. ഒരുപാട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഹോളിഡേയ്സ്, അവധി ദിവസം നമ്മൾ കൂടുതൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്കൊരു മന്ദത. അപ്പം ഒരു ശരിയായ അളവിൽ ഒരു 5 to 6 hours വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് ഒരു സുഹൃത്തിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ. തീർച്ചയായിട്ടും. ഹലോ, നമസ്കാരം. ആരാ വിളിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ ഇക്ബാൽ, എന്താണ് യോഗയെക്കുറിച്ച് അറിയാനുള്ളത്? ചോദിച്ചോളൂ. പറയൂ ഇക്ബാൽ. ഗുഡ് ആഫ്റ്റർനൂൺ.
സാർ എന്റെ ഒരു കൺസേൺ ഇതാണ്, യോഗ ചെയ്യാൻ ഒരുപാട് സമയം വേണം. നമ്മൾ മറ്റേ വേറെ വല്ല എക്സസൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുറെ കൂടെ എഫക്റ്റീവ് അല്ലേ എന്നുള്ളതാണ്. ഒരുപാട് ഫ്രീ ടൈം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ യോഗ ഒക്കെ ചെയ്യുക. 1 മണിക്കൂറോളം ഉണ്ടെങ്കിലാണ് ശരിക്കും യോഗയിലെ ഒരു ഫുൾ സ്ട്രെച്ച് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അതാണ് കൺസേൺ. ഇന്നത്തെ ഈ ഫാസ്റ്റ് വേൾഡിൽ അത്രയധികം സമയം നമുക്ക് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇക്ബാല്, നമ്മൾക്ക് ഒരുപാട് പുതിയ ഡെസ്ക്ടോപ്പ് യോഗ, അതായത് നമ്മളുടെ ജോബുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലൂടെയും നമ്മൾക്ക് യോഗ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കാൻ ചിലപ്പോൾ എസ്പെഷ്യലി നമ്മളെപ്പോലെ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കാം, നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ നടക്കുന്ന സമയത്ത് നമുക്ക് ചില ആസനകളൊക്കെ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഒരുപാട് നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഇപ്പോൾ കണ്ണൊന്ന് ചിമ്മാം, കണ്ണൊന്ന് തുടയ്ക്കാം, അല്ലെങ്കിൽ മുഖം ഒന്ന് വാഷ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് യോഗയായിട്ട് വരും. സാറേ, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് ഓഫ്കോഴ്സ് നമ്മൾ എലീറ്റ് ക്ലാസ്സിനൊക്കെ ഈ പറഞ്ഞ 15 or 20% പോപ്പുലേഷൻ, നമ്മളെ മേജർ പോപ്പുലേഷൻ ഉണ്ട് 80%. ഈ ലേബർ ക്ലാസ് അവരൊക്കെ നോർമൽ ഈ ഷോപ്പിലെ സെയിൽസ്മാൻമാര്, അവർക്കൊക്കെ ഇങ്ങനെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യാനോ, അവരൊക്കെ ഒരു ഹാഫ് ആൻ അവർ കിട്ടിയ ഒരു വാക്കിന് പോവുകയല്ലേ നല്ലത്. എന്റെ ഒരു ആർഗ്യുമെന്റ് ആണ് ഇതിട്ടാ. ശരി, ഒരു ഹാഫ് ആൻ അവർ കിട്ടിയ ആർഗ്യുമെന്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഇല്ല. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വലിയ വണ്ടികൾ നമ്മൾ ഓടിക്കാറുണ്ട്. അതൊരു 5000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യാറുണ്ട് ആസ് പെർ മാനുവൽ. ശരിയല്ലേ? ആ വണ്ടി നമ്മൾ എന്തുകൊണ്ട് 5000 കിലോമീറ്റർ കഴിയുമ്പോൾ സർവീസ് ചെയ്യണേ? അത് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആവും. ശരിയല്ലേ? അപ്പോൾ എലൈറ്റ് ക്ലാസ് ആണോ ലേബർ ക്ലാസ് ആണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. എൻ്റെ ബോഡി, എൻ്റെ ശരീരം ശരിയായ രീതിയിൽ കാര്യക്ഷമമായ പ്രവർത്തനക്ഷമതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില സമയങ്ങളിൽ വേണ്ട രീതിയിൽ ഞാൻ സർവീസ് നടത്തേണ്ടി വരും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ ആയുസിൻ്റെ ദൈർഘ്യം കുറയും ഒരു പരിധി വരെയൊക്കെ. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ യോഗയിലേക്ക് വരാൻ പറ്റും എന്നാണ് ശ്രീ മനോജ് പറയുന്നത്. ഇക്ബാൽ, ഓക്കെ, ശരി. മനോജ് ക്ഷമിക്കണം, ഇക്ബാൽ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ ഈ വ്യായാമം, ശാരീരികമായ വ്യായാമമാണ് ഇക്ബാൽ പറഞ്ഞത്. അതിനുവേണ്ടി 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ യോഗയ്ക്ക് അതിലേറെ സമയം വേണ്ടേ എന്നുള്ളത്. പക്ഷെ അതിലപ്പുറം ശാരീരികമായൊരു വ്യായാമം നമ്മളിപ്പോൾ ഓടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴും മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 1/2 മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്നൊരു പ്രയോജനമില്ലല്ലോ. അതിലപ്പുറം യോഗ എന്താണ്, യോഗയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള സൈഡ്? ഇക്ബാലിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ശരിയായ രീതിയിൽ സമയം ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പരിശീലന മാർഗങ്ങളിലേക്ക് വരേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ലോകരാജ്യങ്ങളിലെ വലിയ വലിയ നേതാക്കന്മാർ, എല്ലാ ആളുകൾക്കും 24 മണിക്കൂറാണ് സമയമുള്ളത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യോഗ, മെഡിറ്റേഷൻ, ധ്യാനം ഇതിനൊക്കെ സമയം കണ്ടെത്തുമ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലികൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം. അപ്പം 8 മണിക്കൂർ ചെയ്യേണ്ട ജോലി റിയലി 8 മണിക്കൂർ നമുക്ക് ചെയ്യേണ്ടതില്ല. കാരണം എന്നും നമ്മൾ ഒരേ റൂട്ടീൻ ജോബ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ വേറെ വഴികൾ പരീക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് നമുക്ക് ദുബായി പോവുകയാണെങ്കിൽ ദുബായിൽ എത്തേണ്ട ഡെസ്റ്റിനേഷൻ സെയിം ആണെങ്കിൽ പല റോഡുകളുണ്ട്. ചില റോഡുകളിൽ പോയാൽ 15 മിനിറ്റ് 20 മിനിറ്റ് ആ സമയ ദൈർഘ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയമില്ലാത്ത ആളുകളാണ് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി യോഗ പരിശീലിക്കേണ്ടത്. അവർക്ക് എങ്ങനെയാണ് യോഗയിലേക്ക് വരാനുള്ളൊരു മാർഗം? ആദ്യമായി യോഗ ക്ലാസ്സുകൾ വഴിയാണോ? UAE GCCയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ യോഗ വളരെയധികം പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മാത്രം നമ്മൾക്ക് ശരിയായ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന യോഗ സെൻറ്ററുകളുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ആവശ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിഞ്ഞ് യോഗയിലേക്ക് എത്താമെന്നാണ് അല്ലേ? ഓക്കെ, വീണ്ടും മറ്റൊരു സുഹൃത്തിലേക്ക് എത്തുന്നു. ഇക്ബാലിനും മറുപടി വിചാരിച്ച രീതിയിൽ ലഭ്യമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഹലോ, നമസ്കാരം. ആരാ വിളിക്കുന്നത്? ചോദിക്കാൻ വേണ്ടിട്ടാ യോഗത്തിനെ വെച്ചിട്ട്. ഓ, സംസാരിച്ചു. ആരാന്ന് പേരെന്താ പറഞ്ഞേ? എന്റെ പേര് വിട്ടൽ. ഓക്കെ, കർണാടക. ഓക്കെ, ശരി ശരി ശരി, ചോദിച്ചോളൂ. സാറ് ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ വിറ്റൽ. സാറ് എന്റെ പേര് വിട്ടൽ എന്ന് പറഞ്ഞിട്ട്
ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കാൻ, ഇപ്പം ഞാൻ മുമ്പ് ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടായിരുന്നു ചെറിയ ചെറിയ യോഗകൾ അത്ര തന്നെ. അതെ. ഇപ്പോ എനിക്ക് 63 വയസ്സായി സാർ, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോ ഇനി അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെ എന്റെ ബോഡിക്ക് അത് എന്തെങ്കിലും ബോണിന് പ്രശ്നം വരുമോ എന്ന് ഒരു ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായ ആളുകളും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരത്തിനെ ലിസൺ ചെയ്തുകൊണ്ട് വേണം നമ്മളുടെ യോഗാസനങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ശീർഷാസനം ആണ് പ്രതീക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യോഗ മുറകളാണ് പ്രതീക്ഷിക്കുന്നത്. യോഗ അങ്ങനെയൊന്നുമല്ല. ഓരോ ആളുകളുടെ ശരീരത്തിന് വേണ്ട ഊർജം കിട്ടാവുന്ന തരത്തിൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കൊളസ്ട്രോളും ബിപി ഉണ്ട്, അത് മാത്രം അതുള്ളൂ ദൈവത്തിന്. വിക്ടറിന്റെ ശാരീരികവും മാനസികവുമായ തലത്തിനനുസരിച്ചുള്ള യോഗാസനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ശ്രീ മനോജ്. ഈ പ്രായത്തിലും ചെയ്യാവുന്ന രീതിയിൽ. ഓക്കെ, ഒരു യോഗ ട്രെയിനറെ കണ്ട് ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന വിഷയത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, പക്ഷേ ചെറിയൊരു ഇടവേള വീണ്ടും ഉണ്ട്. അതിനുശേഷം മടങ്ങി എത്തുമ്പോൾ ആ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്കും എത്താം, ഒപ്പം ശ്രോതാക്കളിലേക്കും. തിരക്കിൽ അല്പസമയം ബ്രോട്ട് യു ബൈ ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജൂൺ 21 യോഗ എന്താണ്, യോഗയുടെ പ്രാധാന്യം എന്താണ്, ഏത് തലത്തിൽ നമ്മെ ഇത് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം യോഗയിൽ നിന്നും, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും യോഗ ചെയ്യാൻ പറ്റുന്ന രീതികൾ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മളോട് സംസാരിക്കാൻ അന്തർദേശീയ യോഗ പരിശീലകനായ ശ്രീ മനോജ് കൃഷ്ണൻ തിരക്കിൽ അല്പസമയത്ത് നമ്മളോടൊപ്പം ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ശ്രോതാക്കൾ വിളിച്ചോളൂ. 657-0000 എന്ന നമ്പറിൽ. SMS നമ്പർ 4131. തിരക്കിൽ അല്പസമയം തുടരുന്നു. തിരക്കിൽ അല്പസമയം റേഡിയോ ഏഷ്യ 106 AM ശ്രോതാക്കൾ കേൾക്കുന്നു. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മുടെ വിഷയം യോഗ എന്ത്, പ്രാധാന്യം എന്ത്. യോഗയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് അന്തർദേശീയ യോഗ പരിശീലകൻ ശ്രീ മനോജ് കൃഷ്ണൻ. ശ്രോതാക്കൾക്കും വിളിക്കാം. യോഗയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ ശ്രീ മനോജിനോട് സംസാരിക്കാവുന്നതാണ്. 6005700000 എന്ന നമ്പറിലേക്ക് വിളിക്കാം. ഒപ്പം SMS അറിയിക്കാം നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ. നമ്പർ 4131. അടുത്തൊരു സുഹൃത്തിലേക്ക് ചേരുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ വരാമെന്ന് വിചാരിക്കുന്നു. കാരണം അതും വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഉറക്കത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ അറിഞ്ഞുള്ളൂ. ബാക്കിയുള്ള 3 കാര്യങ്ങൾ. ആഹാരം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്. പ്രാണയുടെ ഊർജത്തിൻ്റെ പ്രധാന സോഴ്സിൽ ഒന്ന് ആഹാരം തന്നെയാണ്. അപ്പം അത് വയറ് നിറയെ നമ്മൾ അധികം ആഹാരം കഴിച്ചാൽ നമ്മൾ ടയേർഡായി തോന്നും, ക്ഷീണിതനാവും. അതാണ് ഉറക്കം കൂടുന്നത് പോലെ തന്നെ അല്ലേ. അപ്പം കുറച്ചു മാത്രം ആഹാരം, അല്ലെങ്കിൽ സാലഡ് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള വ്യത്യാസം ശ്രദ്ധിക്കാൻ പറ്റും എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ ജീവിതത്തിൽ ശരിയായ തരത്തിലുള്ള ആഹാരം ശരിയായ അളവിൽ കഴിക്കണം എന്നുള്ളതൊരു തത്വമാണ്. അപ്പം ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ കൈക്കുമ്പിളിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന അത്ര ആഹാരമാണ് ഒരു സമയം നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ എത്രയോ ഇരട്ടിയാണ് അത് കഴിക്കുന്നത്. അതെ. അതേസമയം ഒരുപാട് സാലഡ്, ഫ്രൂട്ട്സ് ഒരു ദിവസത്തിൽ 4-5 പ്രാവശ്യം നമ്മളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കും. അപ്പം മാംസാഹാരങ്ങൾ, അതുപോലെ പാകം ചെയ്യാത്തതും പ്രോസസ്സ് ചെയ്യാത്തതുമായ ആഹാരങ്ങൾ, ഇതൊന്നും കഴിക്കുമ്പോൾ കുറേ എനർജി പ്രാണ ലെവൽ കുറയും. ആരോഗ്യത്തോടെ ജീവിക്കാൻ ദിവസത്തിൽ 5 പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ പഴങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ആഹാരത്തിലേക്ക് ചെറിയൊരു ശ്രദ്ധ പതിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാണശക്തി ഉയർത്താൻ കഴിയുമെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ അടുത്തൊരു ഊർജ സോഴ്സാണ് ജ്ഞാനം. മിക്കവർക്കും അറിഞ്ഞുകൂടാ എന്താണ് ജ്ഞാനം. അപ്പോൾ മനസ്സിൽ വേവലാതി, ഭയം മുതലായ നിഷേധ ചിന്തകൾ നിറയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ. പക്ഷെ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ക്ഷീണം മാത്രമേ നമുക്കറിയുള്ളൂ. അതിന് കാരണം പ്രാണയുടെ അളവ് കുറയുന്നതാണ്. മനസ്സിൽ കൂടുതൽ ശുഭാത്മകമായ കാര്യങ്ങൾ, സ്നേഹം, ഉത്സാഹം, സന്തോഷം,
ഇത്തരം കാര്യം കൊണ്ട് നിറയുമ്പോൾ പ്രാണയുടെ അളവ് ഓട്ടോമാറ്റിക്കലി ഉയരും. അപ്പം നമ്മൾ വളരെയധികം ഊർജ്ജസ്വലരായിട്ടിരിക്കും. നിഷേധാത്മകമായ ചിന്തകൾ നമ്മെ ക്ഷീണിപ്പിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ എനർജി കൂട്ടുകയും ചെയ്യും. അത് ചിലപ്പോൾ പ്രചോദനമാകുന്ന ഭാഷയാവാം, പ്രഭാഷണമാവാം, കവിതയാവാം, ഗാനമാവാം, എന്തുമാവാം. അപ്പോൾ അത് ഓരോ ആളുകളുടെ ചോയ്സിനനുസരിച്ച് വേരിയേഷൻ ഇഷ്ടം. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്വാസം. ശ്വാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന ഉടനെ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണ്? ശ്വാസം അകത്തേക്ക് എടുക്കലായിരുന്നു ആദ്യം ചെയ്തത്. ശ്വാസം പുറത്തേക്ക് വിടുന്നതായിരിക്കും നമ്മുടെ അവസാനത്തെ പ്രവൃത്തി. അപ്പോൾ ഇതിനിടയിലാണ് നമ്മളുടെ എല്ലാം ജീവിതം. നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളുടെ 90% പുറത്തേക്ക് കളയുന്നത് ശ്വാസത്തിലൂടെയാണ്. എന്നാൽ നമ്മൾ മിക്കവരും ശ്വാസത്തിൻ്റെ 30% മാത്രമേ ഉപയോഗിക്കുന്നു. നമ്മൾ ഓരോ നിമിഷവും ശ്വസിക്കുന്നു, എന്നാൽ മിക്കവരും ശ്വാസത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മളെ അലട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചോ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചോ നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ തലവേദന വരുമ്പോഴാണ് നമ്മൾ തലയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. ശക്തിയായ വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൻ്റെ പുറകെ ഓടുമ്പോഴോ ഒക്കെ മാത്രമാണ് നമ്മൾ ശ്വാസത്തെക്കുറിച്ച് ബോധവാന്മാരാവുന്നത്. അപ്പോൾ ഉള്ളിലെ മൗനത്തിൻ്റെ ലോകത്തെയും പുറത്തെ പ്രവർത്തനത്തിൻ്റെ ലോകത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ശ്വാസം. ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിനെയും ചിന്തയെയും നിയന്ത്രിക്കാൻ പഠിക്കാം. കാരണം മനസ്സിനേക്കാൾ അനുഭവവേദ്യമാണ് ശ്വാസം. ശ്വാസം പട്ടം പറപ്പിക്കുന്നതിന് സമാനമാണ്. ഒരു പട്ടത്തിൻ്റെ ചരട് വലിക്കുമ്പോൾ അത് മുകളിലേക്ക് പോകും, താഴ്ത്തുമ്പോൾ അത് താഴേക്ക് പോകും. അതുകൊണ്ട് ശ്വാസം ഒരു ചരട് പോലെയാണ്, മനസ്സാകട്ടെ പട്ടം പോലെയാണ്. നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കും തോറും അത് മനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിങ്ങനെ അപ്പോൾ ഈ 4 ഉറക്കം, ആഹാരം, ജ്ഞാനം, ശ്വാസം, ഇതിനെ 4നെയും കൂടി ബന്ധിച്ചിരിക്കുന്നു യോഗയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളല്ലേ. വീണ്ടും ഒരു സുഹൃത്തിലേക്ക് എത്താം. എന്താണ് അദ്ദേഹത്തിന് അറിയാനുള്ളതെന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ യോഗയെക്കുറിച്ച്. ഹലോ ഹലോ, ആരാണ്? നമസ്കാരം. ഞാൻ ലോഹക്കത്തിൽ നിന്ന് വിളിക്കാം. എൻ്റെ പേര് ബിജു. എന്താ ബിജു യോഗയെക്കുറിച്ച് അറിയാനുള്ളത്? ചോദിച്ചോളൂ. ശ്രീ മനോജ് ഉണ്ട്. നമസ്തേ സർ. നമസ്തേ ബിജു. എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കുറെ കാലമായിട്ട് യോഗ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ എന്റെ ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതൊരു പെർമനന്റ് പ്രോബ്ലം. അപ്പൊ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം വായിൽ കൂടെയാണ് ശ്വാസം എടുക്കുക. സോ അപ്പൊ ഈ യോഗ എനിക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഓക്കെ. വിദഗ്ധമായ ഒരു യോഗ ട്രെയിനറെ എത്രയും പെട്ടെന്ന് നമുക്ക് കാണുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ശ്വാസക്രമങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളത് അവർ ഉപദേശിച്ചു തരും. നമ്പർ 1. നമ്പർ 2, ഇത് സ്ഥിരമായിട്ടുള്ളതാണോ അതോ വല്ലപ്പോഴും മാത്രം? സ്ഥിരം ഒരു 60% 60 to 80% ബ്ലോക്ക് ഉണ്ടാവും. അത് സ്ഥിരമായിട്ടുണ്ടാവും. ഒരു മൂക്കിന്റെ പാലത്തിന് ചെറിയൊരു വളവുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ബാക്കിയായിട്ട് വന്നതാണ്. അപ്പം ഉജ്ജായി പ്രാണായാമ എടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നാഡീശോധൻ പ്രാണായാമ ചെയ്യുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. നാഡീശോധൻ പ്രാണായാമ അപ്പം ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണ പോലെ ചെയ്യാനേ പറ്റൂ. അത് അതിൻ്റെ സമയമെടുക്കും. നമ്മൾക്കതൊരു നമ്മളുടെ മാത്രം പ്രോബ്ലം ആണത്. ചില സമയത്ത് ഓപ്പണായി കിട്ടാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പൂർണ്ണമല്ല എന്ന ധാരണ നമ്മൾക്ക് ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് മൈൻഡ് ഹാപ്പി ആയിട്ട്, നമ്മൾ ഹാപ്പി ആയിട്ട് ഏതൊരു കാര്യം 100% കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഏത് പ്രവൃത്തിയിലും നമ്മൾ 100% കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് 100% കിട്ടും. ബാക്കി ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാര്യമാണ്. ബിജു അതൊക്കെ മറന്ന് പറ്റാവുന്ന രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യും. വേറൊരു വിദഗ്ധനായ ആളെ കണ്ടിട്ട് ഉപദേശം എടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ബിജു. ഓക്കെ, ശരി. ഈ ഓരോ ആളും ഓരോ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. എല്ലാവരും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. അതെ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് എവിടെ തുടങ്ങി, ഇതൊക്കെ എന്ത് പരിശീലനങ്ങളാണ് എന്നൊന്ന് പറഞ്ഞാൽ പേരുകൾ പോലും നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. പക്ഷെ തുടക്കം, അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു രീതി, അതെന്താണ് എന്ന്? അത്
ഒരുപാട് ആസനകളും പ്രാണായാമ രീതികളും, പ്രാണായാമ, ഭസ്ത്രിക, പിന്നെ നാഡീശോധൻ പ്രാണായാമ, ഇതൊക്കെ നമ്മളുടെ ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ടെക്നിക്സാണ്. പണ്ട് കാലം മുതൽ ആളുകൾ അറിഞ്ഞോ അറിയാതെ അത് ഉപയോഗിച്ചു പോരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ലിവിങ് ആയിരിക്കും. നമുക്കൊരു ശുഭകരമായ ദിവസം സമ്മാനിക്കും ഒരു രാവിലെ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഓരോ വ്യക്തിയിലെ അധിഷ്ഠിതമായിട്ടാണോ പ്രത്യേകം പറയുന്നത്, അതോ മൊത്തത്തിലാണ്? നാഡീശോധൻ പ്രാണായാമം നമ്മൾ ഒരു വലതുവശത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതുവശത്തിലെ മൂക്കിലൂടെ ശ്വാസം വിട്ട് അങ്ങനെ ഒരു 8-9 പ്രാവശ്യം ഇടത്തോട്ടും വലത്തോട്ടും എടുക്കുമ്പോൾ സാധാരണ ഒരു വശത്തോട്ട് മാത്രമാണ് നമ്മൾക്ക് പാസേജുള്ള. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന സമയത്ത് വളരെ കാം ആൻഡ് കൂളായിരിക്കും. മൈൻഡ് പെട്ടെന്ന് കാമാവും. നമ്മളെ എൻജിൻ ചൂടായത് തണുപ്പിക്കാനുള്ള ഒരു മാർഗമാണ് നാഡീശോധൻ പ്രാണായാമം. അല്ലെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് നമുക്കായി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ സ്വയം ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന ഒന്നാണ്. നമ്മൾ എന്താണ്, ഞാൻ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാവും അല്ലേ, തീർച്ചയായിട്ടും യോഗയിലൂടെ. അതിനുശേഷമുള്ളൊരു പോസിറ്റീവ് എനർജി. വീണ്ടും ഒരു ഇടവേളയ്ക്ക് സമയമാവുന്നു, അതിനുശേഷം തിരികെ എത്താം. തിരക്കിൽ അല്പസമയം ബ്രോട്ട് യു ബൈ ജോയാലിക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്. യോഗ ദിനത്തിൽ, അന്താരാഷ്ട്ര യോഗാ ദിനമായ ഇന്ന് യോഗ എന്ത്, അതിൻ്റെ പ്രാധാന്യം എന്ത് നമ്മൾ അറിയുന്നു ഇന്റർനാഷണൽ യോഗ ട്രെയിനർ ശ്രീ മനോജ് കൃഷ്ണനിൽ നിന്നും. തിരികെ എത്തുമ്പോൾ ശ്രോതാക്കൾക്കും വിളിക്കാം 6005700000 എന്ന നമ്പറിലേക്ക്. തിരക്കിൽ അല്പസമയം തുടരുന്നു. തിരികെ എത്താം തിരക്കിൽ അല്പസമയത്തിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയാലിക്കാസ് എക്സ്ചേഞ്ച്, യുവർ ഫേവറേറ്റ് മണി എക്സ്ചേഞ്ച്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗ എന്ത്, പ്രാധാന്യം എന്താണ് എന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മളോടൊപ്പം ശ്രീ മനോജ് കൃഷ്ണൻ. ശ്രോതാക്കൾക്ക് വിളിക്കാം 6005700000 എന്ന നമ്പറിലേക്ക്. മറ്റൊരു സുഹൃത്തിലേക്ക് കൂടി എത്തുന്നു. ഹലോ ഹലോ, ആരാണ്? നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രാജനാണ്, ഷാർജന്ന്. ഓക്കെ, എന്താണ് യോഗയെക്കുറിച്ച് അറിയാനുള്ളത്? ശ്രീ മനോജ് കൃഷ്ണനുണ്ട്, സംസാരിക്കാം. ഈ യോഗ ചെയ്ത് കഴിഞ്ഞാലേ ഈ വറീസൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ? അത് ശരിയാണ് രാജൻ. അതിന് യോഗ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾക്ക് വറീസ് പോകുക എന്നുള്ളത്. അത് ശരിയായ രീതിയിൽ നമ്മൾ ശരിയായ ചിട്ടയായി പരിശീലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വേവലാതികളെ ദൂരീകരിക്കാൻ വളരെയധികം സഹായകരമാണ് യോഗ. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലാണ് പറയുന്നത്. ഇത് എവിടെയാ ഷാർജയില് ഉള്ളത് അറിയോ? നിങ്ങൾ പഠിപ്പിക്കണ്ട? യോഗ ട്രെയിനറാണ് നമ്മളോടൊപ്പം ഉള്ള ശ്രീ മനോജ് കൃഷ്ണൻ. കൂടുതൽ ഷാർജയിൽ കിങ് ഫൈസൽ സ്ട്രീറ്റിൽ അൽ റസ്തമാനി ബിൽഡിങ്ങിൽ ആർട്ട് ഓഫ് ലിവിങ് യോഗ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ സ്റ്റുഡിയോയിൽ വിളിച്ചാൽ ഞാൻ മനോജിനെ വിളിക്കാനുള്ള നമ്പർ തരാം രാജൻ. ശരി. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ യോഗ ഉണ്ടല്ലേ ഷാർജയില്? ഉണ്ട്, ആർട്ട് ഓഫ് ലിവിങ് യോഗ. താങ്ക് യു മനോജ്. അപ്പോൾ വീണ്ടും എത്തുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും തിരക്കിനിടയിലാണ്. പക്ഷേ യോഗയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ തിരക്ക് പിടിച്ചൊരു ജീവിത രീതി. എന്നാൽ തിരക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും മാനസികമായി നമ്മൾ എപ്പോഴും തിരക്കിലാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ചിന്തകൾ, ഒറ്റപ്പെടുന്നെന്നുള്ള ചിന്തകൾ, നാട് വിട്ട് നിൽക്കുന്നതിൻ്റെ വിഷമം, ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോന്നാണ്. അതിനിടയിൽ ഇതിനെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പറയുന്ന മനസ്സിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ കൊണ്ട് തന്നെ ഒന്ന് പിടിച്ചു നിർത്തുകയും ചെയ്യും. പക്ഷേ വീണ്ടും കേൾക്കുമ്പോൾ ആഗ്രഹം ഉണ്ടാവും യോഗയിലേക്ക് വരാൻ. അപ്പോൾ ചിന്തകൾ നമ്മുടെ ആദ്യം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ പോലെ ഇത്രയും സമയമൊക്കെ നമുക്ക് എവിടെ നിൽക്കാൻ അല്ലെങ്കിൽ കൊടുക്കാനെന്ന്. നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ എന്തെങ്കിലും യോഗയെക്കുറിച്ച് അവർക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്കിവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും നമ്മൾക്ക് വിചാരിച്ചാൽ ഫ്രീസ് ടൈം കിട്ടും. അത് നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ശ്വാസത്തിൻ്റെ താളം തന്നെ ശ്രദ്ധിക്കാം. നമ്മളുടെ ശ്വാസം, നമ്മൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് ശ്വാസത്തിൻ്റെ താളം വളരെയധികം കൂടുതലാണ്, ടപ്പ് 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 കൂടിക്കൊണ്ടിരിക്കും. അതേസമയം സങ്കടം വരുന്ന സമയത്ത് അത് വെരി ലോ ആണ്. സന്തോഷമുള്ള സമയങ്ങളിൽ അത് നോർമലാണ്. അപ്പം ശ്വാസത്തിൻ്റെ ഗതിയും നമ്മളുടെ വികാരങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമുക്കൊരു 10 മിനിറ്റ്
ഒരു ലോങ് ബ്രെത്ത് എടുത്ത് വളരെ സാവധാനം അത് പുറത്തോട്ട് വിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെറുതെ കണ്ണടച്ചിരിക്കാൻ പറ്റിയാലേ രാവിലെ ആർക്കും ഒരു ശല്യം എണീറ്റ് ഉടനെ ബെഡിൽ വേണമെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയണു ഒരു 10 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ദിനചര്യകളിൽ പോസിറ്റീവ് ചേഞ്ചസ് കണ്ടു തുടങ്ങും. ജോലി ഉൾപ്പെടെ നമ്മൾ പൊതുവെ മൊത്തത്തിൽ നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകൾ കൊളീഗ്സ് എല്ലാം ചോദിച്ചു തുടങ്ങും എന്താണ് നിനക്ക് പറ്റിയ, എല്ലാം നീ പണ്ടത്തെ ആളല്ലല്ലോ. അപ്പം ഒരു 10 ദിവസം നമ്മളൊരു 10 മിനിറ്റ് കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വളരെ സാവധാനം പുറത്തേക്ക് വിടുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ദിനചര്യകളിൽ വ്യത്യാസം വരും. മറ്റെല്ലാത്തിനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു, നമുക്ക് വേണ്ടി ഒരു വെറും 10 മിനിറ്റ് സത്യമായിട്ടും അല്ലേ? അതും മറ്റുള്ളവർക്ക് തന്നെയാണ് നമ്മളിൽ നിന്നുള്ള എനർജി കിട്ടുന്നത്. നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ ബാധിക്കുന്നതും ചുറ്റുമുള്ളവരെ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനം. പിന്നെ ഈ ഒരാൾ, ഞാൻ ആദ്യമേ തുടക്കത്തിൽ ചോദിച്ചല്ലോ, എങ്ങനെയാണ് യോഗയിലേക്ക് വന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് അവിടെ നിന്നാണോ പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന ദിവസം, അതോ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്യണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? ഓരോ യോഗ ക്ലാസ്സുകളും നമ്മളിപ്പം ആർട്ട് ഓഫ് ലിവിങ്ങിലൊക്കെ ഹാപ്പിനെസ് പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആണ്. യോഗ ഒരു ഭാഗം മാത്രമാണ്. യോഗ കഴിഞ്ഞാൽ ധ്യാനം, മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്, സുദർശന ക്രിയ ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്, ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിക്കുന്നുണ്ട്, ഗ്രൂപ്പ് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഒരു 20 മുതൽ 25 hours ഒരു ആഴ്ച സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരു സൺഡേ ടു ഫ്രൈഡേ 2 to 3 hours എവറി ഡേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോൾ വീട്ടിൽ പോയാൽ നമുക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാവുന്ന മുറകൾ അവർക്ക് തറവായിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആ 153 രാജ്യങ്ങളിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിനൊരു സ്വഭാവമുണ്ട്. നമ്മളുടെ സ്വന്തം മനസ്സ് ശ്രദ്ധിച്ചാൽ അത് ഭൂതകാലത്തിലേക്കും ഭാവിയിലും മനസ്സ് ചാഞ്ചാടുകയാണ് ചെയ്യാറ്. അത് ഒന്നുകിൽ നമ്മൾക്ക് ഭൂതകാലത്തിനോട് കോപം ഉണ്ടാവാം, അതല്ലെങ്കിൽ ഭൂതകാലത്തിൽ നടന്ന ചില സവിശേഷ സംഭവങ്ങളെ നമ്മളിങ്ങനെ എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് നമ്മൾ വളരെയധികം ഉത്കണ്ഠകരാണ്. നാഡീവ്യൂഹത്തിൽ ഇത് പിരിമുറുക്കുണ്ടാകും, നമ്മളുടെ നാഡീവ്യൂഹത്തിൽ പിരിമുറുക്കുണ്ടാകും. മനസ്സിൻ്റെ എപ്പോഴുമുള്ള ഈ ചാഞ്ചാട്ടം. അതുകൊണ്ട് ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാംസ് മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ചാൽ എല്ലാം 100% റിസൾട്ട് കിട്ടും. സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാനിപ്പോൾ ബാക്കി വേറെ വല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ കാര്യം നടക്കാൻ പോകില്ല, ഈ കാര്യം നടക്കാൻ പോകില്ല, രണ്ടിനും പൂർണ്ണതയില്ലാതെ. അവസാനമായിട്ട് ഒന്നുകൂടി ചോദിച്ചോട്ടെ, നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. ഈ യോഗയിലൂടെ തന്നെ ശാരീരികമായി ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെ തന്നെയാണോ, അതോ മറ്റ് മുറകളാണോ? അത് നല്ല ചോദ്യമാണ്. ശരീരം, ബലവത്തായ ശരീരം നമ്മൾക്കുണ്ടെങ്കിൽ ബലവത്തായ ഒരു മനസ്സും കൂടെ നമ്മൾക്ക് വേണം. നമ്മൾ പല മുറകളിൽ പോയി നമ്മൾ ബലവത്തായ ശരീരവും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതേപോലെ ബലവത്തായ ഒരു മനസ്സും വേണം. രണ്ടും ഒരുപോലെ പ്രാധാന്യമാണ്. അപ്പം ശരീരം ബലവത്തായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് വഴികൾ പല ആളുകൾ പല രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ സമാധാനപരമായി സന്തോഷകരമായി ജീവിക്കാമെന്ന് നമ്മളെ അധികമാരും വഴി കാണിച്ചു തന്നിട്ടില്ല. അത് ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിനുള്ള റിസൾട്ടുകളുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും യോഗയിലേക്ക് വരാം? ഏത് പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ, സ്കൂൾ ലെവലിൽ കുട്ടികൾ മുതൽ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ വരെ പരിശീലിക്കുന്നുണ്ട്. എല്ലാ ആളുകളും ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് റിലേഷൻഷിപ്സാണ്. ആ റിലേഷൻഷിപ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽസ് വേണം. അപ്പോൾ യോഗ നമ്മളുടെ സ്കിൽ സെറ്റ് എൻഹാൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ എൻ്റെ സ്കിൽ സെറ്റ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം, വേറെ ആൾ ചെയ്യണം നോക്കിയിരുന്നുകൊണ്ട് നമ്മൾക്ക് കാര്യമില്ല. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അത് ഞാനാണ് വഴികൾ കണ്ടെത്തേണ്ടത്. എല്ലാ ആളുകൾക്കും 24 മണിക്കൂറാണുള്ളത്. അപ്പം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് നമ്മളത് കണ്ടെത്തണം. അപ്പം നമ്മൾക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ഉയരാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യുന്ന തൊഴിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല.
എനിക്ക് എന്താ വേണ്ട ലൈഫിൽ, ജീവിതത്തിൽ എന്താ വേണ്ട, ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, അതിനുള്ള ആൻസർ കിട്ടിയാൽ അതിനുള്ള വഴി തന്നെ വന്നോളും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ശരിയെന്നുള്ളത് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ കിട്ടും. സാധാരണ അത് കിട്ടാറില്ല റോബോട്ട് പോലെ. കാരണം മനസ്സില്ല, ശരീരം മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതെല്ലാം സ്വയം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റുന്നു യോഗ എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇന്ന് അന്ന് പഠനങ്ങൾ പോലും പറഞ്ഞിരുന്നു. യോഗ ജയിലുകളിൽ നടത്തിയ പഠനത്തിൽ കുറ്റവാസന ഒരുപാട് മാറി. ഏറ്റവും ക്രിമിനൽസ് എന്ന് കരുതിയിരുന്നവർ പോലും യോഗ പരിശീലനത്തിന് ശേഷം അവരുടെ മനസ്സിനുണ്ടായ മാറ്റം, അവരെല്ലാവരെയും സ്നേഹിക്കാനും സഹജീവി സ്നേഹവും സ്വന്തം ആരാണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള ചിന്ത അവരിൽ വന്നു എന്ന് കണ്ടിരുന്നു. എന്തായാലും ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയെക്കുറിച്ച് സംസാരിക്കാൻ, യോഗയുടെ പ്രാധാന്യം എന്താണ്, യോഗ ഏത് രീതിയിലാണ് യോഗയെ നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായി തിരക്കിൽ അല്പസമയത്തിലേക്ക് എത്തിയതിൽ വളരെ നന്ദി. സന്തോഷം ശ്രീ മനോജ് കൃഷ്ണൻ. നന്ദി, നമസ്കാരം. ഓക്കെ, തിരക്കിൽ അല്പസമയം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മളോടൊപ്പം ഇന്റർനാഷണൽ യോഗ ട്രെയിനർ ശ്രീ മനോജ് കൃഷ്ണനാണ് യോഗ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന വിഷയത്തിൽ സംസാരിച്ചതും ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതും. ഇനി യോഗയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ശ്രീ മനോജ് കൃഷ്ണനെ വിളിക്കാം. നമ്പർ 055-44-97089 055-44-97089. യോഗ ട്രെയിനറാണ്, ഇന്റർനാഷണൽ യോഗ ട്രെയിനർ ശ്രീ മനോജ് കൃഷ്ണൻ. 055-44-97089 എന്ന നമ്പറിൽ വിളിക്കാം. വിട പറയുന്നു. ജോയാലിക്കാസ് എക്സ്ചേഞ്ച് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന തിരക്കിൽ അല്പസമയത്തിൽ നിന്നും ഞാൻ രഞ്ജിനി സന്തോഷ്. നന്ദി, നമസ്കാരം.